ഇന്ന് നല്ലൊരു അടിപൊളി വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു മക്രൂണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും മക്രൂണി അല്ല, നെക്കാനക്ക് മക്രൂണി. ഇനി വേണ്ട സോസേജ് ഒന്ന് കയറ്റി റൗണ്ടിൽ കട്ടാക്കിയിട്ട് എടുത്ത് വെക്കാം. ഈ സോസേജിനെ ഞാൻ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിനൊന്ന് ഉള്ളി ഫ്രൈ ആയിട്ട് വരുമ്പോൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചതച്ചിട്ട് മുറിച്ചിട്ടെല്ലാം ഇട്ടത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് മസാല ആക്കിയിട്ട് എടുക്കാം. ഇനി വേണ്ടത്ര വെള്ളം കൂട്ടിയിട്ട് കറിച്ചപ്പലം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച് നെക്കാനൊക്കെ എടുത്തിട്ട് ഇടാം. എല്ലാം കൂടി തിളപ്പിച്ചിട്ട് ടൈറ്റാക്കിയിട്ട് വെക്കാം. ഇനി മക്രൂണി ഉണ്ടാക്കുന്നതാണ്. എൻ്റെ അടുത്ത് വലിയ മക്രൂണിയാണ്, എൻ്റെ ചെറിയ മക്രൂണി ഇല്ല, പാസ്താൻ്റെ മക്രൂണി. അപ്പോൾ അതിനെടുത്തിട്ട് വെള്ളത്തിലൊന്ന് കയറ്റി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിപ്പിക്കാം. ഒരു 2 വിസിലടിക്കുമ്പോൾ റെഡിയാണ്. അങ്ങനെ ഇതിനെ ബന്ധനെ എടുത്തിട്ട് ഈ നക്കാനക്ക് മസാലയ്ക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഇനി ഇതിനെ മിക്സാക്കിയിട്ട് നല്ല തിളപ്പിച്ചിട്ട് ടൈറ്റാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. നമ്മളെ നക്കാനക്ക് മക്രൂണി റെഡി. പ്ലേറ്റിലേക്ക് ഇതിനെ വിളമ്പിയിട്ട് കാണുമ്പോൾ തന്നെ എന്ത് വാങ്ങ് തിന്നാൻ എന്തോ ഒരു വാങ്ങിന്നെ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കി. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.